ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ 1,72,000-ത്തിലധികം വ്യാജ വോട്ടുകളുണ്ടെന്ന് സിറ്റിംഗ് എം പി അടൂർ പ്രകാശ്. തെളിവ് സഹിതം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഈ വോട്ടുകൾ ഒഴിവാക്കിയിട്ടുണ്ടോ ഇല്ലയോ എന്നതിൽ വ്യക്തതയില്ല എന്നും വ്യാജ വോട്ടുകളുടെ എണ്ണത്തിൽ ആശങ്കയുണ്ടെന്നും അടൂർ പ്രകാശ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പുതുക്കിയ വോട്ടർ പട്ടിക ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടില്ല. തെക്കൻ ജില്ലയിൽ ആടി വിളയാത്ത കപ്പലുണ്ട് സാർ. അത് എവിടെയാണെന്നല്ലേ? ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ എന്നാണ് മുൻപ് പറഞ്ഞിരുന്നത് CPM. കുത്തക മണ്ഡലമായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ UDF അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി ഏർപ്പെടുത്തി, അടൂർ പ്രകാശ്. അടൂർ പ്രകാശിന് അവിടുത്തെ ജയം 38,000-ത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന്. അതിലേക്ക് എത്താൻ കാരണമായ കാര്യം അടൂർ പ്രകാശ് തന്നെ പറയും. ഇവിടെ കള്ള വോട്ടുകൾ കൊണ്ട് വിജയം കൈവരിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജക മണ്ഡലമാണ്. അതിന് വേണ്ടുന്ന പ്രതിവിധികൾ ചെയ്യാൻ വേണ്ട നടപടികളുമായി ഞാൻ മുമ്പോട്ട് പോയി. അന്ന് കണ്ടെത്തിയത് 1,14,000 വോട്ടുകളായിരുന്നു. കേന്ദ്ര ഇലക്ഷൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇത് അയച്ചു കൊടുക്കുകയുണ്ടായി വിത്ത് റെക്കോർഡ്സ്. പക്ഷേ ഇത്തവണയും കാര്യങ്ങൾ അത്ര സുഗമമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, 66,000-ത്തിലധികം ഇരട്ടിപ്പ് വോട്ടുകൾ, അതായത് വ്യാജ വോട്ടുകൾ കൂടി വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയിട്ടുണ്ട്. തെളിവുകൾ സഹിതം അദ്ദേഹം അല്ലെങ്കിൽ പാർട്ടി മുകളിലേക്ക് പരാതി നൽകിയിട്ടുണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് അടക്കം നൽകിയിട്ടുണ്ട്. അപ്ലോഡ് ചെയ്യാതിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് എത്ര ആളുകളെ നീക്കം ചെയ്തു എന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഒരു ധാരണ ഇല്ലാതെ ഇരിക്കുകയാണ്. എന്നാലും 1,72,000 വോട്ടുകൾ ഇതിനകത്ത് കടന്നുകൂടിയിട്ടുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടിയും അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകളും മത്സരിക്കുമ്പോൾ ഈ ഡബിൾ വോട്ടിങ്ങിൽ അവർ ലക്ഷ്യം വെച്ചിരിക്കുകയാണ്. ഇത് മാത്രമല്ല, സംഘടനാ തലത്തിലെ ചില പ്രശ്നങ്ങളും തിരിച്ചടിയാകുമോ എന്നുള്ള ഭയം അടൂർ പ്രകാശിനുണ്ട്. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ, അടൂർ പ്രകാശ്, ഈ 3 പേർ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഓരോ വോട്ടും അത് ഇരട്ടിച്ചാലും നെഗറ്റീവായാലും ഇനി അസാധുവായാലും ഒക്കെ തന്നെ ആ വോട്ടുകൾ കേരളത്തിൻ്റെ മാത്രമല്ല രാജ്യത്തിൻ്റെ തന്നെ രാഷ്ട്രീയ ഗതിവിഗതികളിൽ നിർണായകമാകുന്നതാണ് എന്നുള്ളതിൽ സംശയമില്ല. വീഡിയോ ജേർണലിസ്റ്റ് ബിപിൻ കുമാറിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.